ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ബേബി ഇൻ യെല്ലോ. ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ദി ബേബി ഇൻ യെല്ലോയാണ്. ഇപ്പം നമ്മളിന്ന് ആദ്യമായിട്ടാണ് ഈ ബേബി ഇൻ യെല്ലോ കളിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലായിട്ട് ഫസ്റ്റ് പാർട്ട് 1 ആണ്. ജസ്റ്റ് നമ്മൾ നേരത്തെ ബേബി ഇൻ യെല്ലോയുടെ 1 ഇറങ്ങിയായിരുന്നു. ആ 1 ആണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ആഗസ്റ്റ് 29 മിനിഞ്ഞാന്ന് ഇതായിരുന്നു, അപ്ഡേറ്റ് ആയിരുന്നു. ഇന്ന് സെപ്റ്റംബർ 1 നമുക്ക് എന്തായാലും നാളെ മുതൽ കളിച്ച് നോക്കണം. കഴിച്ച് നമ്മുടെ ചെറുക്കൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ചെറുക്കൻ ദേഷ്യം പിടിച്ചിരിക്കുവാണല്ലോ. ചെറുക്ക എന്തോടാ? ചെറുക്കൻ നോക്കുന്നുണ്ടോ? ഉണ്ടക്കണ്ണുകൊണ്ട് നോക്കുവാണ് ചെറുക്കൻ. ഓ ഓ ഓ ചെറുക്കനെ നമുക്കങ്ങ് പൊക്കി എടുത്തേക്കാം. ഓ ചെറുക്കനും അയ്യോ ചെറുക്കനും അയ്യോ ചെറുക്കന് പാല് കൊടുക്കാം. ചെറുക്കനെ നമ്മൾ താഴെ ഇട്ടിട്ട് നൈസായിട്ട് നമ്മൾ ഇങ്ങോട്ട് ചെറുക്കന് പാല് കൊടുക്കണം. അവിടെ നമുക്ക് ചെറുക്കനെ നൈസായിട്ട് താണ്ട് ഇവിടെ കൊണ്ട് തന്നെ ഇരുത്താൻ. നമുക്ക് എന്തായാലും നൈസായിട്ട് പാലെടുത്തുകൊണ്ട് വരണം. ഗൈസ്, നമ്മൾ നൈസായിട്ട് ചെറുക്കനെ ഇവിടെ കൊണ്ടങ്ങ് ഇരുത്താനായിട്ട് പോവാണ്. നമ്മുടെ ചെറുക്കനും സീക്രട്ട് ആയിട്ടുള്ള ചെറുക്കൻ്റെ കസാറയാണ്. ഗൈസ്, നമുക്ക് നൈസായിട്ട് നേരെ ഇവിടെ വന്നിട്ട് നൈസായിട്ട് നമ്മുടെ ചെറുക്കനെ പാല് കൊടുത്തിട്ട് വരാം. ഫ്രിഡ്ജൊക്കെ തുറന്നിട്ടിട്ട് ഗൈസ് നമുക്ക് ചെറുക്കന് ഒരു ബ്രെഡ് കൊടുത്താലോ? നമുക്ക് ചെറുക്കന് ഒരു ബ്രെഡ് കൊടുക്കാം. മോളെ, ബ്രെഡ് വേണോ? ബ്രെഡ് വേണോടാ? അയ്യോ, ബ്രെഡ് താഴെ പോയി. എന്റെ മോനെ ഗൈസ്, ഇത് കൊള്ളാല്ല. അതുകൊണ്ട് ചെറുക്കനടുത്തങ്ങ് എറിയൂ. ഇവനെയൊക്കെ എന്നാ ചെയ്യണമെന്നറിയാവോ? അയ്യോ, ചെറുക്കന് ബ്രെഡ് വേണ്ട. നമുക്ക് നൈസടി ചെറുക്കന് പാൽ കൊടുക്കാം. നമുക്ക് ഇതിനകത്തിരിക്കുന്ന വല്ല പിസ്സ വല്ലതും കൊടുത്താലോ? ഇതുകൊണ്ട് അല്ലേ വേണ്ട. ചെറുക്കനൊന്നും തിന്നത്തില്ല, വൃത്തിയിട്ടവൻ. പിസ്സവനൊന്നും തിന്നുന്നില്ല കുറച്ച് നാളായിട്ട്. നമ്മൾ ഫസ്റ്റ് ബേബി ഇൻ യെല്ലോയുടെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ വന്നിട്ട് എടുക്കുവാണ്. ചെറുക്കൻ കിടന്ന് കിടിയുന്നുണ്ടോ? ഒന്ന് ഓടാ അവിടുന്ന്. അയ്യോ വേണ്ട. ചെറുക്കനെ നമുക്ക് ജെറ്റ് മാറ്റി കൊടുക്കണം. ചെറുക്കനെ നമ്മൾ നൈസായിട്ട് പോയി ജെറ്റ് എന്തായാലും മാറ്റി കൊടുക്കണം. ചെറുക്കൻ്റെ ജെറ്റ് നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറുക്കനെ നമുക്ക് ആദ്യം ഇവിടെ കൊണ്ടങ്ങിടണം. നമുക്ക് നൈസായിട്ട് നേരെ ഇവിടെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ചെറുക്കനെന്ത് ചെറുക്കനെന്ത് ചെറുക്കൻ ഇവിടെ ഇല്ല കേട്ടോ. ചെറുക്കനെ നമുക്ക് എന്തായാലും പോയി പിടിക്കണം. ആണ്ടിരിക്കുന്നു ചെറുക്ക, നീ എന്തോടെ? അയ്യോ ചെറുക്കൻ, നീ എന്തോടെ കിടന്ന് കാണിക്കുന്നേ? ഞാൻ വിളിക്കാൻ പറഞ്ഞല്ലേടാ. ഹായ് റെഡി ഗൈസ്. ഇനി നമുക്ക് നൈസായിട്ട് ചെറുക്കനെ കൊണ്ടങ്ങ് ഇരുത്തണം. കണ്ടോ, നമ്മൾ പയ്യാണ് കയറി ഇങ്ങനെ വരുന്നത്. നമ്മൾ ഇനി ചെറുക്കനെ അതുകൊണ്ട് കിടത്തണം. ഗൈസ്, ഇനി നമുക്ക് ഒരു കഥയൊക്കെ വായിച്ചിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മൾ എന്തായാലും പാവ എന്തായാലും നമുക്ക് എടുത്തു കൊടുക്കണം ചെറുക്കനെ. ചെറുക്കൻ ഈ പാവ മതിയോ? വേറെ പാവമാണോടാ? അവിടെ ഈ പാവ വേണോ? നിനക്ക് വേറെ പാവ വേണോടാ? നിനക്ക് ഇവന് എല്ലാ പാവയും കൂടെ നമുക്ക് അങ്ങ് കൊടുക്കാം. അതിലൊരു വൈബ് ഉണ്ടായിരിക്കും പുള്ളിക്കാരന്. എന്നാടാ ഒരു കുരങ്ങിനല്ല, ഒരാടിനെയും കൂടെ വെച്ചോ. ആ
ഇതെന്താണ്? പൂച്ച. ഇതിനകത്തൊക്കെ എന്ത് തോന്നി? നമുക്കിനി ചെറുക്കനെ നൈസായിട്ട് ഒരു കഥ വായിച്ചെടുക്കാം. നമുക്ക് നൈസായിട്ട് ഇതെടുക്കണം, ഇവിടെ ഇരിക്കണം. ഓക്കെ, നമുക്ക് നൈസായിട്ട് ദി പിച്ചൻസ് ആൻഡ് ദി കാറ്റ്. ഓക്കെ, നമുക്കിനി വായിക്കാം. എന്തായാലും നമ്മൾ കഥ എന്തായാലും വായിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. വായിക്കട്ടെ. Across the shore, in distant lands, with dark stars overhead, the prince was fast asleep until a cat jumped on his bed. I found a secret garden, said the cat with much delight. Excitedly, they ran outside, explorers in the night. They walked through the golden garden gate. Look at the pretty trees. They walked along the pretty pebble path. Look at the colourful flowers. They walked past the fabulous flowing fountain. Look at the dancing water. Look, look, look. But the prince didn't like the garden and started kicking down the trees. അപ്പോൾ നമ്മൾ കഥ വായിച്ചുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. Of all the leaves. He ruined everything for fun. The cat watched on in fear. What a mistake I made, the cat cried out. I should never have brought him here. നമ്മളെന്തായാലും കഥ നമ്മുടെ ചെറുക്കൻ ഉറങ്ങിയിട്ടുണ്ടല്ലോ. നമ്മുടെ ചെറുക്കൻ പാവയൊക്കെ തൊഴിച്ച് വെച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ട്. നമ്മളത് നൈസായിട്ട് കഥയൊക്കെ എന്തായാലും വായിച്ചു കൊടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ ഇതെന്താണ്? ടോയ് ബോക്സ് ലുക്ക്ഡ് ഫ്രീ ഫോർ മോർ ക്ലൗഡ്സ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ് ഗൈസിനെ. നോക്കി ഇവിടെ കയറിയിട്ട് എന്തോ ടോയ് ഒക്കെ നമുക്ക് ചെറുക്കൻ കൊടുക്കാനായിട്ട് പറ്റും ഗൈസ്. ഈ റൂം നല്ലൊരു റൂമാണ് നമ്മുടെ ചെറുക്കൻ്റെ. ചെറുക്കൻ നല്ല ഒരു വൈബ് പിടിച്ചൊരു ചെറുക്കനാണ് ഗൈസ്. ഇതെന്താണ് സാധനം? ട്രെയിൻ ട്രക്ക്. അതൊരു സാധനം, ട്രെയിൻ ട്രക്ക് എന്ന് പറയുന്നൊരു സാധനമാണ്. നമുക്കൊരു സാധനം എടുത്ത് നമ്മളെ ചെറുക്കന് വെച്ച് കൊടുക്കാം. ഈ ചെറുക്ക അയ്യോ താഴെപ്പോയി. ചെറുക്കൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മളങ്ങ് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളെ കഥ വായിച്ച പുസ്തകമാണിത്, ദി പിച്ചൻ ആൻഡ് ദി കാറ്റ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് കഥയൊക്കെ വായിച്ച സെറ്റായിട്ട് നമ്മൾ ചെറുക്കനെ എന്തായാലും നമ്മൾ നൈസായിട്ട് ഉറക്കി കിടത്തേക്കാണ്. നമ്മൾ ചെറുക്കൻ നമ്മുടെ പാവയൊക്കെ എന്തായാലും ചവിട്ടി തൊഴിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാവയൊക്കെ നമ്മുടെ ഒരു പൂച്ച താഴെ കിടക്കുന്നുണ്ടോ ഗൈസ്? കണ്ടോ, ഒരു പൂച്ച താഴെ കിടക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ നൈസായിട്ട് ചെറുക്കൻ സെറ്റായിട്ട് ഉറങ്ങണം. എത്ര ഡിസഡാണ് വരുന്നത് നോക്കിയോ, കണ്ടോ ഗൈസ്. ഇനി നമുക്ക് പോയി ഉറങ്ങണം. നമുക്കിനി നൈസായിട്ട് പോയി ഗൈസ്. നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ഈ ചെറുക്കൻ ഗൈസ്. നമ്മൾ നൈസായിട്ട് നമ്മളെ ഉറങ്ങാനായിട്ട് ഈ ചെറുക്കൻ സമ്മതിക്കത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് ഈ കഥക് നൈസായിട്ട് അങ്ങ് പൂട്ടാം. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇനി ഇറങ്ങി നമ്മുടെ റൂം ഇവിടെ ഇതാണെന്നാണ് തോന്നുന്നത്. അതല്ല, ഈ ലോക്ക്ഡൗൺ നേരെ താഴെ ഇറങ്ങി പോകുമ്പോൾ കണ്ടോ ഗൈസ്, നമ്മുടെ ടോയ്ലറ്റൊക്കെ എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് വരട്ടെ. അവിടെ ടോയ്ലറ്റ് ഗൈസ്, ഇതെന്നെ സാധനം ഗൈസ്. ഗൈസ് നമ്മുടെ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ വരുന്നു ഗൈസ്. കണ്ടോ, ഇതിനകത്തൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഗൈസ് ഇതിനകത്ത്. കണ്ടോ നമ്മുടെ പൂച്ച ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പൂച്ച എന്തോ പോയി. നമ്മുടെ ദി ബേബി ഇൻ എ ഹാസ് ബീൻ. എന്തോ പണി പറ്റിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും നമുക്ക് റൂം അടച്ചിട്ടേക്കാം. നമ്മുടെ ഒരു പൂച്ചയെ നമ്മൾ ഇൻപോസിബിൾ ആക്കിയില്ലായിരുന്നു, പോസിബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം പോസിബിൾ ആണല്ലേ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് നമ്മൾ അടുത്ത ദിവസം നമ്മുടെ ബേബി നെല്ലോടെ 2 ആണ് കളിക്കാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ 2. നമ്മളിപ്പോൾ ചാപ്റ്റർ 1 ആണ് കളിക്കാനായിട്ട് പോകുന്നത്, കളിച്ച് കഴിഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.